എല്ലാ PSC ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും P3 വാരിയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷിഖ് മുബാറക് എന്നാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വരുന്ന കമ്പനി ബോർഡ് LGS, VFA, LDC തുടങ്ങിയ PSC എക്സാമിന് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണം നേടിയ ഇന്ത്യൻ താരമാണ് ദിവ്യാൻഷി ഭൗമിക. 2025 ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2025 സ്വർണ്ണം നേടിയ ഇന്ത്യൻ താരമാണ് ദിവ്യാൻഷി ഭൗമിക്. ബിഗോണിയ നിഷ്റോം എന്ന പുതിയ ഇനം പൂച്ചെടി കണ്ടെത്തിയ പ്രദേശം അരുണാചൽ പ്രദേശാണ്. 2025 ബിഗോണിയ നിഷ്റോം എന്ന പുതിയ ഇനം പൂച്ചെടി കണ്ടെത്തിയ പ്രദേശം അരുണാചൽ പ്രദേശ്. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ദലൈലാമയാണ്. 2020 പ്രസിദ്ധീകരിച്ച ദലൈലാമയുടെ പുസ്തകമാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ്. വോയിസ് ഫോർ വോയിസ്ലെസ് ആണ് ദലൈലാമയുടെ പുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കൃതിയാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. 2025 അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടി വനവകുപ്പിൻ്റെ പദ്ധതിയാണ് സർപ്പാപ്പാടം പദ്ധതി. അപ്പോൾ സർപ്പാപ്പാടം പദ്ധതി ആരംഭിച്ചത് ആരാണ്? വനവകുപ്പാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അധ്യയന വർഷാരംഭത്തിൽ സ്കൂളുകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കേരള വനവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സർപ്പാപ്പാടം പദ്ധതി. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാനമായ നിയമങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണ് ഖേലോ ഭാരത് നിധി 2025. അപ്പോൾ ഖേലോ ഭാരത് നിധി 2025 എന്തിനു വേണ്ടിയാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തേജക ഉപയോഗം തടയാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര പാർലമെൻറ്റ് അവതരിപ്പിച്ച പുതിയൊരു നയമാണ് ഇത് ഖേലോ ഭാരത് നിധി 2025. ലക്ഷ്യമെന്ന ഉത്തേജക കായിക താരങ്ങൾക്കിടയിലെ ഉത്തേജക ഉപയോഗം തടയുക എന്നുള്ളതാണ്. 2024-25 വർഷം മലയാള സിനിമാ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി മോഹൻലാലാണ്. അപ്പോൾ 2024-25 വർഷത്തിൽ മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തി മോഹൻലാൽ. 2024-25 വർഷത്തിൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ GST നൽകിയ വ്യക്തിയാണ് മോഹൻലാൽ. സുപ്രീം കോടതിയിൽ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും ST/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ആരാണ്? ജസ്റ്റിസ് BR ഗവായിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ 52ാം ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഗവായി. അദ്ദേഹമാണ് നോൺ ജുഡീഷ്യൽ നിയമനത്തിൽ ST/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടാൻ തീരുമാനിച്ചു. ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഭാഗം 5. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഭാഗം 5 ആണ്. ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെയാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെയുള്ള ആർട്ടിക്കിളാണ് ഇതിനെപ്പറ്റി പറയുന്നത്, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഭാഗം 5 ആർട്ടിക്കിൾ 124 തൊട്ട് 147 വരെയാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 124 എന്നതിനെപ്പറ്റി പറയുന്നു. സുപ്രീം കോടതി രൂപീകരണത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 124 പറയുന്നത്. അതുപോലെ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 129 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 129 എന്ത് പറയുന്നു? ആർട്ടിക്കിൾ 129 എന്ത് പറയുന്നു? സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 129 ആണ്. അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? അപ്പോൾ ആർട്ടിക്കിൾ ഏതാണ് സുപ്രീം കോടതി ഉത്ഭവ അധികാരത്തെപ്പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 131. ആർട്ടിക്കിൾ 131 ആണ്. ആർട്ടിക്കിൾ 131 ആണ് സുപ്രീം കോടതിയുടെ ഉത്ഭവ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 131. ആർട്ടിക്കിൾ 132 എന്നതിനെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 132 എന്നതിനെപ്പറ്റി പറയുന്നു സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 132. അപ്പോൾ ആർട്ടിക്കിൾ 131 സുപ്രീം കോടതി ഉത്ഭവ അധികാരമാണെങ്കിൽ ആർട്ടിക്കിൾ 132 സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 129 കോർട്ട് ഓഫ് റെക്കോർഡ്, ആർട്ടിക്കിൾ 131 ഉത്ഭവ അധികാരം, ആർട്ടിക്കിൾ 132 സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 32 എന്നതിനെപ്പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ പൗരന് മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഒരു ഇന്ത്യൻ പൗരന് മൗലികാവകാശം ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ നേരിട്ട് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിലാദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്ക് വേണ്ടി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 2025 ജൂൺ മാസത്തിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശാണ്. 2025 ജൂണിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്.
മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകനാണ് തേജ് ബീർ സിംഗ് ആണ്. മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകനാണ് തേജ് ബീർ സിംഗ് ആണ്. പഞ്ചാബ് സ്വദേശിയാണ്. അപ്പോൾ തേജ് ബീർ സിംഗിൻ്റെ സ്വദേശം പഞ്ചാബാണ്. പ്രത്യേകത മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ആരോഹകനാണ് തേജ് ബീർ സിംഗ് ആണ്. മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായുള്ള ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ്. അപ്പോൾ ടെലിമാനസ് എന്നാണ് മാനസിക സംഘർഷമുള്ളവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് പ്രോഗ്രാമാണ് ടെലിമാനസ്. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 144 16. അപ്പോൾ ടെലിമാനസ് ടോൾ ഫ്രീ നമ്പറാണ് 144 16. അപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായുള്ള ഓൺലൈൻ സംവിധാനമാണ് ടെലിമാനസ്. ടെലിമാനസ് ടോൾ ഫ്രീ നമ്പർ 144 16 ആണ്. അപ്പോൾ 2024-25 വർഷത്തിൽ മലയാള സിനിമാ മേഖലയിൽ നിന്നും ഏറ്റവും GST നൽകിയ വ്യക്തിയാണ് മോഹൻലാൽ. മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹനാണ് തേജ് ബീർ സിംഗ് ആണ്. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ദലൈലാമയാണ്. വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ദലൈലാമയാണ്. അതുപോലെ 2025 ജൂണിൽ വിസ്ഫോടനം ഉണ്ടായപ്പോൾ പ്രളയം നേരിട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്ക് വേണ്ടി ഒരു പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം അത് കേരളമാണ്. അതുപോലെ സുപ്രീം കോടതിയിലെ നോൺ ജുഡീഷ്യൽ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടാൻ തീരുമാനിച്ചത് ജസ്റ്റിസ് BR ഗവായിയാണ്. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് BR ഗവായി. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫാണ് ആര്? ജസ്റ്റിസ് BR ഗവായി. ഉത്തേജക ഉപയോഗം നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാനമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണ് ഖേലോ ഭാരത് നിധി 2025. ഉത്തേജക ഉപയോഗം തടയാൻ നിയമനിർമ്മാണം ഉൾപ്പെടുന്ന സുപ്രധാനമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ പുതിയ ദേശീയ കായിക നയമാണ് ഖേലോ ഭാരത് നിധി 2025. അപ്പോൾ നമ്മൾ 10 കറണ്ട് അഫയേഴ്സാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ.